സൂചി കുത്തിയാൽ വേദനിക്കാത്തവരുണ്ടോ? സൂചി എന്നല്ല, മഴുവെടുത്ത് വെട്ടിയാലും വേദന അറിയാത്ത ഒരാളുണ്ട്. ലോകത്തിന് മുഴുവൻ അത്ഭുതമായ ബാലിക. വേദന അറിയില്ലെന്ന് മാത്രമല്ല, വിശപ്പും ദാഹവും ക്ഷീണവും എന്താണെന്ന് ഒലിവിയ ഫാൻസ്വർത്തിന് ഇതുവരെയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈദ്യശാസ്ത്രം അമ്പരപ്പോടെ നോക്കിക്കാണുന്ന കുട്ടിയാണ് ഒലിവിയ. UK യിൽ നിന്നുള്ള ഈ പെൺകുട്ടി ഒരു മെഡിക്കൽ മാർവൽ ആണെന്ന് ആരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നു. വേദനയും വിശപ്പും ക്ഷീണവും അനുഭവിക്കാൻ കഴിയാത്ത മറ്റൊരാൾ ഈ ലോകത്തില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഈ 3 അവസ്ഥകളിലൂടെയും ഒരേ സമയം കടന്നുപോകുന്ന ഏക വ്യക്തിയാണ് ഒലിവിയ. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഒലിവിയയുടെ ജീവിതം അത്ര നിസ്സാരമല്ല. വേദന അറിയില്ലെന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അതിനാൽ 24 മണിക്കൂറും ഒലിവിയയെ നിരീക്ഷിക്കേണ്ട അവസ്ഥയിലാണ് വീട്ടുകാർ. വിശപ്പും ക്ഷീണവും മകൾക്കില്ലെന്ന് കുഞ്ഞുനാൾ മുതൽ തന്നെ വീട്ടുകാർ മനസ്സിലാക്കിയിരുന്നു. വിശപ്പറിയാത്തതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിപ്പിക്കും. പോഷകാഹാരക്കുറവ് ബാധിക്കാതിരിക്കാൻ ആവശ്യമായ ആഹാരം കൃത്യസമയത്ത് ഒലിവിയയ്ക്ക് നൽകും. ക്ഷീണം അനുഭവപ്പെടാത്തതിനാൽ സ്വാഭാവികമായ ഉറക്കം ഈ പെൺകുട്ടിക്ക് ലഭിക്കില്ല. കൈക്കുഞ്ഞായിരുന്നപ്പോൾ പോലും ദിവസവും 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുമായിരുന്നില്ലെന്ന് അമ്മ പറയുന്നു. മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഉറങ്ങൂ. 3 ദിവസം വരെ ഉറങ്ങാതിരുന്നാലും ഒരു കുലുക്കവും ഒലിവിയയ്ക്കുണ്ടാകാറില്ല. ആരോഗ്യമുള്ള ജീവിതത്തിന് ഭക്ഷണത്തിനൊപ്പം ഉറക്കവും ആവശ്യമാണെന്നതിനാൽ ദിവസവും മരുന്നുകളുടെ സഹായത്തോടെയാണ് ഒലിവിയ ഉറങ്ങുന്നത്. മകൾക്ക് വേദന അറിയുന്നില്ലെന്ന വസ്തുത അവളുടെ 7ാം വയസ്സിലാണ് തിരിച്ചറിഞ്ഞതെന്ന് അമ്മ പറയുന്നു. ഒരിക്കൽ അവളെ കാറടിച്ചു. ഏതാനും മീറ്റർ ദൂരം അവളെ വലിച്ചിഴച്ചു. ഗുരുതരമായി പരിക്കേറ്റിട്ടും അവിടെ നിന്ന് വളരെ നിസ്സാരമായി എഴുന്നേറ്റ് നടന്നുവരുന്ന ഒലിവിയയെ കണ്ട് വീട്ടുകാർക്ക് വിശ്വസിക്കാനായില്ല. ജനിതകമായ വൈകല്യങ്ങളാണ് ഒലിവിയയുടെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. ക്രോമസോം 6p ഡിലീഷൻ എന്നതാണ് അവളുടെ അവസ്ഥ. അതായത് ഒരു വിഭാഗം ക്രോമസോം ഒലിവിയയുടെ ശരീരത്തിലില്ല. അതുകൊണ്ട് പല സെൻസേഷനുകളും അനുഭവിക്കാൻ ഒലിവിയയ്ക്ക് സാധിക്കുന്നില്ല. UK യിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ആരോഗ്യ വിദഗ്ധരും പഠനവിധേയമാക്കാറുണ്ട്. ഒലിവിയയുടെ രോഗത്തിന് ചികിത്സയില്ലെന്നതാണ് വസ്തുത. സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നത്ര അവളെ പര്യാപ്തമാക്കുകയാണ് ഡോക്ടർമാർ ഇപ്പോൾ ചെയ്യുന്നത്. ഹെൽത്ത് മാക്സ് മലയാളം.